ഹെയറിന് ഒരിക്കലും ആരും ഹെൽത്ത് സ്റ്റൊമക്ക് കണക്ട് ചെയ്യാറില്ല. അതെന്താ കണക്ട് ചെയ്യാത്തത്? ശരിക്കും അത് ഹെയറിന് സ്റ്റൊമക്കായി നമ്മൾ കണക്ട് ചെയ്യണ്ടേ? എടാ ഹെയർ സ്റ്റൊമക്കായി ഒരു ബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മുടെ ഗട്ട് ഹെൽത്ത് നല്ലതായിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡിയിലുള്ള ന്യൂട്രീഷന്റെ അളവ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഗട്ട് ഹെൽത്ത് നല്ലതാണെങ്കിൽ നമ്മളുടെ ന്യൂട്രീഷ്യന്റ് നമ്മുടെ ബോഡിയെ അബ്സോർബ് ചെയ്യും. പക്ഷേ നമ്മുടെ ബോഡിയിൽ ന്യൂട്രീഷൻ ലെവൽ അബ്സോർബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ഹെയറിലേക്ക് എന്താവില്ല, കറക്റ്റ് ആയിട്ട് ന്യൂട്രീഷന്റെ എത്തത്തില്ല. ന്യൂട്രീഷന്റെ സപ്ലൈ അവിടെ വല്ലാതെ കുറയും. അതാണ് നമ്മുടെ സ്റ്റൊമക്കും ഹെയറും തമ്മിലുള്ള ബന്ധം. നമ്മുടെ ഗട്ട് ഹെൽത്ത് നല്ലതാണെങ്കിൽ ഹെയറും നല്ല സെറ്റ് ആയിരിക്കും. പക്ഷേ ഗട്ട് ഹെൽത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഹെയറിന് പിന്നെ നിങ്ങൾ അധികം നല്ല രീതിക്ക് പ്രതീക്ഷിക്കണ്ട. ബിക്കോസ് അതിനേക്ക് ആവശ്യമുള്ള സപ്ലിമെന്റ് ഒന്നും അവിടെ എത്തുന്നില്ല. അതുകൊണ്ടാണ് കഴിച്ചും മുടി വളർത്താമെന്ന് നമ്മൾ പറയുന്നത്. ഹെയർ ഫോളിന് പ്രത്യേകിച്ച് ഒരു റീസണും നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതായത് നിങ്ങൾ വൈറ്റമിൻ ചെക്ക് ചെയ്തു, അയൺ ലെവൽ ചെക്ക് ചെയ്തു, ഒന്നും നിങ്ങൾ ഡെഫിഷ്യന്റ് അല്ല, എന്നിട്ടും ഹെയർ ഫോളിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ നോക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ ഡൈജഷൻ പക്കയാണോ? നിങ്ങൾക്ക് ഡൈജഷൻ നല്ല രീതിക്ക് നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇനി ഡൈജഷനിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഹെയറിനെയും സ്റ്റൊമക്കും തമ്മിലുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള റീസൺ. ഡൈജഷൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മുടെ ഹെയറിനെ നല്ല രീതിക്ക് ബാധിക്കും. ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. ലിങ്ക് ആവശ്യമുള്ളവർ ലിങ്ക് എന്ന് കമന്റ് ചെയ്യുക.